ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഇന്നലെ മുതൽ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പോൾ തുണികളൊന്ന് വിരിച്ചിട്ടു. പിന്നെ ഒരു പിഞ്ച് പേരയ്ക്കനെ എന്തിനോ പൊട്ടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പണികളൊക്കെ തുടങ്ങാൻ പോകുന്നേ. വീടൊന്ന് അടിച്ചു വാരി തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല വെള്ളമൊക്കെ വന്നിട്ടേ ചുവരിൽ കൂടി വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെ നനവാണ് ഈ കാണുന്നത്. അപ്പോൾ ഒന്ന് തുടച്ചെടുക്കുന്നത് എന്തോന്നൊക്കെ ഇളകി വരുന്നുണ്ട് തറയുന്നു. അപ്പോൾ അടിച്ചു വാരിയിട്ട് കുറച്ച് പണികളുള്ളൂ, വളരെ കുറച്ച് പണികളുള്ളൂ. അതങ്ങ് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ ഇങ്ങനെ വെണ്ടൊക്കെ ഇരിക്കുകയാണ്. ഈ റൂം ഉപയോഗിക്കാറില്ല കേട്ടോ. അതിന് വെണ്ടിരിക്കുന്നുണ്ട്, പേടിയാണ്. എപ്പോഴാണ് ഇളകി അങ്ങനെ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കുറച്ച് പാത്രങ്ങളേ ഉള്ളേ. ആദ്യം തന്നെ സിങ്ക് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പാത്രങ്ങൾ ഇതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിങ്ക് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകട്ടെ. അപ്പം വളരെ കുറച്ച് പാത്രങ്ങളുള്ള രാവിലത്തെ കാപ്പി കുടിച്ച പാത്രങ്ങളും ചായ കുടിച്ച ഗ്ലാസ്സുകളും അങ്ങനെയൊക്കെ കുറച്ച് പാത്രങ്ങൾ, ചായപാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് കഴിയും. പിന്നെ എൻ്റേതായ കുറച്ച് കാര്യങ്ങളുള്ള എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. സെഷനിലൊക്കെ കഴിഞ്ഞു. അപ്പം പിന്നെ ഇനി വൈവ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ വൈവ ടോപ്പിക് പഠിക്കാണ്ട് 2 പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, സെക്കൻഡ് ടേം. അപ്പോൾ അത് ഒന്ന് വെള്ളിയാഴ്ചയും ഒന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പഠിക്കണം. അപ്പോൾ പാത്രം കഴുകാൻ നിങ്ങളവിടെ പാൽക്കവർ ഉപയോഗിക്കാറുണ്ട്. പാൽക്കവർ ഉപയോഗിച്ചാൽ കുറച്ച് കരിയൊക്കെ പോകും കേട്ടോ. അത്യാവശ്യം കരിയൊക്കെ പോകും. കഞ്ഞിക്കലത്തിലേക്കുള്ള കരിയൊക്കെ പോകും കേട്ടോ. പിന്നെ എനിക്ക് കൂടുതലും കംഫർട്ട് ഈ സ്ക്രബ്ബറാണ്. അമ്മ കൂടുതൽ അതാണ് ഉപയോഗിക്കാറ്. പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ കട്ടിയായിട്ടുള്ള മീൻസ് കുറച്ചുകൂടി ഇങ്ങനെ ഒരു ഗ്രിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിക്കാം. മറ്റേത് കരിയൊക്കെ പോകും കേട്ടോ അത്യാവശ്യം. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ പെട്ടെന്ന് പറഞ്ഞാൽ കഴുകി വയ്ക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ പാത്രം സോപ്പിട്ട് തുടങ്ങിയതിന് ശേഷം ഞാനൊരു കാര്യം ഓർത്തത്, നമ്മുടെ പാത്രങ്ങൾ വയ്ക്കാനുള്ള ടോപ്പിൽ അത് ഞാൻ കഴുകിയിട്ടില്ലായിരുന്നേ. അത് മുഴുവൻ അഴുക്കായി കിടക്കുമായിരുന്നു. അപ്പം അതൊന്ന് കഴുകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പാത്രത്തിലെല്ലാം സോപ്പിട്ട് കഴിഞ്ഞ ശേഷം അതൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. നിങ്ങളവിടെയൊക്കെ നല്ല മഴയാണ്. ഇവിടെ ഇന്നലെ മുതൽ ഒരു 6:30 മുതലേ തുടങ്ങിയ മഴയാണ്. 6:30 മുതൽ ചെറുതായിട്ടൊക്കെ ചാറ്റൽ ഇങ്ങനെ തുള്ളിയായി പെയ്തു തുടങ്ങി. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 8, 9 മണിയോട് കൂടി തന്നെ മഴ പെയ്തു തുടങ്ങി. ഇതുവരെ തുറന്നിട്ടില്ല. രാവിലെ ഒരു 8, 8:30, ഒരു 9 മണി, കഷ്ടി ഒരു 10 മണി വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. വെയിലില്ലായിരുന്നു, എന്നാലും മഴയായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി. നല്ല മഴ കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നല്ല മഴയും അത്യാവശ്യം നല്ല കാറ്റും ഉണ്ടായിരുന്നേ. അപ്പം അങ്ങനെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് കറണ്ടും ഇല്ല. അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. മഴ അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ വീട് നല്ല ഇരുട്ടാണ്. ഇത് കറണ്ടുള്ള സമയത്താണെങ്കിലും. അപ്പം മഴയും കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു ഇരുട്ടും കറണ്ടും കൂടി പോകുമ്പോൾ നല്ല ഇരുട്ടായിരിക്കും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ടോപ്പ് ഞാൻ കഴുകിയെടുത്തു കേട്ടോ. ടോപ്പ് മീൻസ് നമ്മുടെ പാത്രം വയ്ക്കാനുള്ള തിട്ടയില്ലേ, അത് കഴുകിയെടുത്ത്. പിന്നെ പാത്രങ്ങൾ കഴുകി അവിടെ ഇട്ടങ്ങ് വെക്കുക. അവിടെയാണ് സാധാരണ പാത്രങ്ങൾ വെക്കാറേ. സത്യം പറഞ്ഞാൽ അടുക്കളയല്ല കേട്ടോ. ഞാൻ ഒരു ചായപ്പ് പോലെ ഒന്നാമത് ഞങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ല. സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടി സിങ്കും എല്ലാം കൂടി അത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അച്ഛനൊരു ചായപ്പ് പോലെ പുറത്തേക്ക് ഇങ്ങനെ ഇറക്കിയതാണ്. ജസ്റ്റ് ഒരു വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പഴയ ഷീറ്റും അതൊക്കെ വെച്ചിട്ട് വെറുതെ ഒരു ചായപ്പ് പോലെ തൽക്കാലം മഴയത്തൊക്കെ നിന്ന് പാത്രം കഴുകാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. നമുക്ക് പിന്നെ ഇതൊക്കെ ശീലമായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോകും. പിന്നെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ മഴക്കാലമൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടില്ലാന്നല്ല, നല്ല ബുദ്ധിമുട്ടാണ്. കാരണം വീടൊക്കെ നല്ല പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തോട്ടെ. ഇത്രയൊക്കെ ഉള്ളൂ പാത്രങ്ങൾ കഴുകാനായിട്ട്. അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അപ്പോൾ അവിയൽ വേവിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിയൽ ഇനി നമുക്ക് തേങ്ങ ചിരകി അരപ്പ് ചേർക്കണം. അപ്പം ഞാൻ എന്തായാലും ഒരു മുറി തേങ്ങ എടുത്ത് ഒന്ന് ചിരകാണ്. വളരെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഒരാളിവിടെ നല്ല ഉറക്കമായിരുന്നു. എൻ്റെ കൂട്ടിന് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ പൂച്ചക്കുട്ടി ചിങ്കു. നല്ല ഉറക്കമായിരുന്നു. പക്ഷെ ഞാൻ തേങ്ങ ചിരകുന്ന സൗണ്ട് കേട്ടിട്ട് വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുമായിരുന്നു, ഇതുപോലെ തേങ്ങ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റപ്പോഴത്തേക്ക് അവിടെ തറയിൽ കിടന്ന് തേങ്ങയൊക്കെ തിന്നുവാണ്. പിന്നെ തേങ്ങയും കുറച്ച് 2 പച്ചമുളക്, കുറച്ച് ജീരകം, വെളുത്തുള്ളി ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതായിട്ട് കൊടുത്തു. കുറച്ച് ചെറുതായിട്ട് വെള്ളം ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് വാടി വരുന്നവരിട്ടിട്ട് പാകമായപ്പോൾ കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു, പാകത്തിന് ഉപ്പ് ഒഴിച്ചു, ഒന്ന് ഇളക്കിയെടുത്തപ്പോൾ നമ്മൾ അവിയൽ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോഴത്തേക്കും കുറച്ചൊരു നമുക്ക് ചോറിനോടെ കഴിക്കാൻ കുറച്ചൊരു ഇതായിരിക്കും, തീരെ ഡ്രൈ അല്ല. പിന്നെ മാങ്ങ അച്ചാർ പാത്രത്തിലായിരുന്നേ ഇട്ട് വെച്ചേക്കുന്നത്, അതിൽ കുപ്പിയിലാക്കി. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറും അവിയലും മാങ്ങാച്ചാറും. പിന്നെ പോരാത്തതിന് ഉപ്പിലിട്ട നാരങ്ങയുണ്ട് കേട്ടോ. ഇതൊക്കെ മതി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനും ചിങ്കുത
ചോറൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.